പപ്പയ്ക്ക് പപ്പ ഞങ്ങള് പോയിട്ട് നെക്സ്റ്റ് വീക്ക് വരും. പറ വാവ ഇങ്ങോട്ട് വന്നേ, കാണുന്നില്ല. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിതാ കൊച്ചിയിലോട്ട് പോവാണ്. ആഫ്റ്റർ 4 months ആണ് നമ്മളിപ്പോൾ കൊച്ചിയിലോട്ട് പോകുന്നത്, വയനാട്ടിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ വന്നതാണ് എൻ്റെ വീട്ടിലോട്ട്. പക്ഷെ അതിനുശേഷം നിച്ചുവിൻ്റെ കാല് മെയ് മാസത്തിൽ നിച്ചുവിൻ്റെ കാല് ഫ്രാക്ചർ ആയിട്ട് പിന്നെ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓക്കെയാണ്, കംപ്ലീറ്റ്ലി ഓക്കെയാണ്. തിരിച്ച് കൊച്ചിയിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്ര. അപ്പോൾ യാത്രയുടെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് 2-3 സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അത്യാവശ്യം നല്ല ലോങ് ജേണിയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ടു നമ്മൾ കൊച്ചിയിലോട്ടാണ് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആ ചാനൽ ആൻഡ് സപ്പോർട്ട് us. ഓക്കെ, എവിടെ പോവാ പറ. കൊച്ചിയിലെ കാലൊക്കെ ഓക്കെ ആയോ? അടിപൊളിയായോ? അപ്പൊ നന്നായി നടക്കാൻ തുടങ്ങിയോ? നീലഗിരി ഡിസ്ട്രിക്റ്റിലോട്ട് കയറിട്ടോ. തമിഴ്നാട് വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ദേവാല, പന്തല്ലൂര്, നാടുകാണി, അങ്ങനെ വഴിക്കടവിലോട്ട് കയറി അങ്ങനെ നിലമ്പൂർ വഴി അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇപ്പോൾ ദാ നമ്മൾ എരുമാട് എത്തുന്നു. ഇനി നമ്മളുടെ യാത്ര തമിഴ്നാട്ടിലൂടെയാണ്. കുറച്ച് ദൂരം വഴിക്കടവ് വരെ നമ്മൾ തമിഴ്നാട് റൂട്ടാണ് പോകുന്നത്. സോ ഞങ്ങൾ കുറേ നാളിന് ശേഷമാണ് ഇപ്പം തിരിച്ചു പോകുന്നത്. പറഞ്ഞ പോലെ നിച്ചുവിൻ്റെ കാലിന് ഫ്രാക്ചറായി ഓക്കെ ആയി. ഇപ്പം നന്നായിട്ട് എല്ലാം ഓക്കെ ആയി, നടന്ന് തുടങ്ങി. നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ബോൺ പൊട്ടിയിട്ടുണ്ടായിരുന്നേ കാലിന്, മെയിൻ ബോണ്. ഇപ്പോൾ ഓക്കെ ആയി. ഇനിയിപ്പോൾ നാളെ ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ, നാളെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യും. മൺഡേ തൊട്ട് സ്കൂളിൽ വീണ്ടും വിടണം. രാവിലെ നേരത്തെയൊക്കെ വിടണം. സോ അപ്പം നമ്മളിപ്പോൾ ഇതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. നമ്മൾ രാവിലെ സ്കൂൾ ബസ്സിൽ ഇങ്ങോട്ട് വരും. അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ സ്കൂള്. ഞാൻ ഇവിടെയാണ് ഹയർ സെക്കൻഡറി ഒക്കെ ചെയ്തത്. പറഞ്ഞ പോലെ നമ്മൾ വയനാടായതുകൊണ്ട് ഈ കർണാടകയും തമിഴ്നാടൊക്കെ വലിയ ദൂരത്തിലല്ല, നമ്മുടെ ബോർഡറിൽ വരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് കർണാടകത്തിലോട്ടും പോകാൻ എളുപ്പമാണ്, തമിഴ്നാട്ടിലോട്ടും പോകാൻ എളുപ്പമാണ്. സോ രാവിലെ പക്ഷെ നേരത്തെ ഇറങ്ങണം കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും പോയി കുട്ടികളെയൊക്കെ കൂട്ടി പിക്ക് ചെയ്തിട്ടൊക്കെയാണല്ലോ വരുന്നത്. അപ്പൊ അത്യാവശ്യം ദൂരമുണ്ട്. അങ്ങനെയാണ് വന്നോണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതാ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് മഴയൊക്കെ പെയ്തു തുടങ്ങി കേട്ടോ. മഴ ആയതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. കാരണം ഇടയ്ക്കിടയ്ക്കൊരു മഴയൊന്നും ഇച്ചു. അമ്മയുടെ സ്കൂളുണ്ടോ? ഓക്കെ. സോ ഈ മഴ മമ്മിയുടെ അവിടെ എന്താ ഇപ്പൊ നമ്മൾ വന്ന വഴിക്ക് കണ്ടില്ല. കൊച്ചിന് കുറെ തവണ ഇതിലെ പോകും വരികയും ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നില്ലേ. ഓക്കെ, അപ്പൊ അയ്യോ മഴ പെയ്തു തുടങ്ങി ഗൈസ്, മഴ പെയ്തു തുടങ്ങി. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് തമിഴ്നാടിന്റെ ഭാഗങ്ങളാണ്. നല്ല കോട വീണിരിക്കുകയാണ്. ഇനി നമുക്ക് നാടുകാണി ചുരമൊക്കെ വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ദേവാലയല്ലേ ഇത് കേട്ടോ. നല്ല കോടയൊക്കെ വീണ് നല്ല തണുപ്പ് കാറ്റൊക്കെ ഉണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് പന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട ആളുകളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. എന്താ ചിച്ച്, വെയിലും കോടയും ഒന്നിച്ചല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. വെയിലുണ്ട്, കോടയും വെയിലൊക്കെ കൂടിയാണ്. എന്താ തണുപ്പായതുകൊണ്ടൊക്കെ തുറന്നു വെച്ചേക്കാം കേട്ടോ. വേറെ വണ്ടിയില്ല.
സാധാരണ പോവും വരികയൊക്കെ ചെയ്യുമ്പോൾ ചായ കുടിക്കാൻ കയറുന്നു. ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ചായ കുടിക്കാൻ കയറുന്ന ഒരു സ്ഥലമുണ്ട്, അതാ ഇവിടെയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് ചായ കുടിച്ചിട്ട് പോവാം. അവിടെ നിൽക്കേ. നമ്മൾ ചായ കുടിക്കാൻ കയറുകയാണ്. ഇതാണ് നമ്മൾ വരാറുള്ള ചായ കുടിക്കാൻ കയറാറുള്ള കഫേ. വേറൊന്നുമില്ല ഏട്ടാ, എന്നാൽ സമൂസ മതി. ആ മതി മതി സമൂസ. സമൂസ ചായ കുടിക്കാൻ കയറിയതാ. സമൂസ ചായ. നേരെ പോകുന്നത് നിലമ്പൂർക്കാണ്. നമ്മളവിടെ നിലമ്പൂർ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചായക്കാൻ പോയിട്ട് ഒന്ന് കുറേ പരിപാടികളുള്ളതുകൊണ്ട് അധികം ടൈം ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അതുകൊണ്ട് കൊച്ചിയിലെത്തണമല്ലോ. അപ്പം ജസ്റ്റ് ചായയും കുടിച്ച് ഒരു സന്തോഷം വെച്ച് നമ്മൾ പോവാം. ഞങ്ങൾ ചായ കുടിച്ചിട്ട് തിരിച്ചു പോവാണേ. നമ്മൾ പറഞ്ഞാൽ ഈ നിലമ്പൂർക്കാണ് നമുക്ക് പോകേണ്ടത്. ആടുകാണി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോടയുണ്ട്, മഴയുണ്ട്. ഇറങ്ങി കേട്ടോ. ടാറ്റ കൊടുപ്പിച്ചു. ഞങ്ങള് കണ്ണുകാരെ പഠിക്കേ. ഞാനെ പിടിച്ചു. ഓക്കെ, ഞങ്ങളങ്ങനെ മലപ്പുറത്ത് എത്തി. മലപ്പുറത്ത് നമുക്ക് 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് വഴിയെ പറയാം. സോ നമ്മൾ അത്യാവശ്യം ലേറ്റാട്ടോ വീട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അമ്മേനെ അച്ചാച്ചനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നിലമ്പൂർ അമ്മേനെ അച്ചാച്ചനെയൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കൊച്ചിയിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇപ്പം നമ്മൾ മലപ്പുറത്തെത്തി. മലപ്പുറത്ത് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ 2-3 സ്ഥലത്തും കൂടി പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കയറി കണ്ടിട്ട് അതൊക്കെ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് പറയാം. കുറ്റിപ്പൊടിയല്ല, കുറ്റിപ്പുറം. കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് തൃശ്ശൂരൊക്കെ വരും. തൃശ്ശൂർ കഴിഞ്ഞിട്ട് ചാവക്കാട് കഴിഞ്ഞിട്ട് അങ്ങനെ എറണാകുളത്തും അങ്കമാലി അല്ല ചാലക്കുടി ആ വഴി ഇല്ലാണ്ട് കയറാൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങളങ്ങനെ പോകുന്ന റൂട്ടിൽ തൃശ്ശൂർ എത്തിയപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. നമ്മൾ കയറിയത് ആനന്ദ ഭവനിലാണ്. അവിടെ കയറി നല്ല ചൂട് ഗീ റോസ്റ്റും പിന്നെ അതുപോലെ ചപ്പാത്തിയാണ് കഴിച്ചത്. നമ്മൾ പോകുന്ന റൂട്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്കാണ് കേട്ടോ. അതുമാത്രമല്ല നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ലേറ്റായിട്ടാണ് കേട്ടോ എത്തുന്നത് തന്നെ. പിന്നെ പോകുന്ന റൂട്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് ഇപ്പോൾ റോഡിൻ്റെയൊക്കെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ആ റൂട്ട് വരാനൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 12:45 ഒക്കെ കഴിഞ്ഞു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. ഒരു ലോങ് ജേണി. രാവിലെ 9:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, വയനാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം നമ്മളിവിടെ എത്തുമ്പോൾ എത്രയെന്ന് വെച്ചാൽ എത്തുന്ന സമയം 12:47 ആയി. ഒരു സംഭവബഹുലമായ യാത്രയായിരുന്നു ഇന്ന്. ആകെ ടയേർഡായി. നല്ല ബ്ലോക്കായിരുന്നു. വരുന്ന വഴിക്കൊക്കെ എനിക്കറിയില്ല എത്ര കുണ്ടിലും കുഴിയിലും എത്ര കട്ടറി ചാടി എന്നുള്ളത്. ഇച്ചു ഓൾറെഡി ഉറങ്ങി കേട്ടോ. നല്ല ടയേർഡായി. എനിക്ക് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഒന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങണം. അതാണ് അടുത്ത പരിപാടി. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.